ഉസ്താദെ, റമളാനിൽ പ്രത്യേകമായ ദിക്റുകളുണ്ടല്ലോ. ഈ ദിക്റുകൾ, പ്രത്യേകിച്ച് റമളാനിൻ്റെ ആദ്യത്തെ 10 പറയുന്ന ദിക്റുകൾ ഏത് സമയത്താണ് പറയേണ്ടത്? പ്രത്യേക ടൈം ഉണ്ടോ ദിക്റ് പറയാൻ? ഏതൊക്കെ ദിക്റുകളാണ് റമളാനിൻ്റെ ആദ്യത്തെ 10 പറയേണ്ടത്? റമളാനിൻ്റെ പ്രഥമ രാത്രി ഉൾപ്പെടെ മറ്റു ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഇശാ നമസ്കാരം, ഇശാന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, ഇശാന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം, അതുപോലെ തന്നെ വിത്ർ നിസ്കാരം, ഒരുപാട് നിസ്കാരങ്ങൾ. അൽഹംദുലില്ലാഹ്. ഈ തറാവീഹ് എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് നന്മകൾ കയറി വരണം. തറാവീഹ് നിസ്കാരം ചിലപ്പോൾ ചില പള്ളികളിൽ ഹാഫിലിങ്ങൾ നിൽക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ചില പള്ളികളിൽ ചെറിയ സൂറത്തായിരിക്കും ഓതുക. അപ്പോൾ പരമാവധി ജമാഅത്തായി നിസ്കരിക്കുക. ജമാഅത്ത് സുന്നത്തുള്ള, അതിശക്തമായ സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരം 20 റക്അത്ത്, അല്ലാതെ 8, 10, 12 അല്ല. അങ്ങനെ കണക്ക് നമ്മൾ 1, 2, 3 എന്ന് കൂട്ടുകയല്ല. 20 റക്അത്ത് പരിപൂർണമായി. ഇനി അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ചു പോവാൻ 20 റക്അത്ത് തറാവീഹ് നമസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിക്കുക. പിന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഖൈർ. ഒരു ഖൈറിൻ്റെ വാക്ക് പറയുകയാണ്, അല്ലാതെ നിസ്കരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയോ നിങ്ങൾ പോകണ്ട എന്ന് പറയുകയോ ഹറാമാണെന്ന് പറയുകയോ അല്ല ചെയ്യുന്നത്. അതായത് ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ തറാവീഹ് നിസ്കാരം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ. അല്ലാതെ കുറച്ച് മുസല്ല എടുത്ത് പായെടുത്ത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പോകുന്നത് ആ ഉസ്താദ് പറഞ്ഞു പോകാൻ പാടില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഖൈർ പറഞ്ഞതാണ്, ഏറ്റവും നല്ലത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മക്കളുണ്ട്, പെൺമക്കളുണ്ട്, അല്ലെങ്കിൽ മരുമക്കളുണ്ട്, വീട്ടിൽ ഉമ്മയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്, ഇങ്ങനെ ആരാണോ ഉള്ളത് അവരുമായി ഒരാൾ മതി. നിങ്ങളും പുറകിൽ നിൽക്കാൻ ഒരാളും മതി. അവരുമായിട്ട് ജമാഅത്തായി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഞാനുമില്ല, എല്ലാവരും കൂടി ഒരു വീട്ടിലാണ് ഉള്ളതെങ്കിൽ അത് മതി, അതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ഖൈറായ വാക്ക് ഞാൻ പറഞ്ഞതാണ്, സ്വന്തം വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ പുരുഷന്മാരെല്ലാവരും പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കുക. തറാവീഹ് നമസ്കാരം ശേഷമുള്ള വിത്ർ നമസ്കാരം. ഈ തറാവീഹ് കഴിഞ്ഞ ഉടൻ തന്നെ ചാടി പോരാൻ പാടില്ല. തറാവീഹ് അവിടെ നിസ്കരിച്ച് അത് കഴിഞ്ഞ് ചിലപ്പോൾ നീയത്ത് വെച്ച് തരും ഉസ്താദന്മാർ. ആ നീയത്ത് അവിടെ വെച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നീയത്ത് വെക്കാൻ മറന്നു പോയാൽ റമളാനിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീയത്ത് തലേ രാത്രി തന്നെ, അതായത് ആ സുബഹിക്ക് മുമ്പ് തന്നെ, ആ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നീയത്ത് വെച്ചിരിക്കണം. ചിലപ്പോൾ 7 മണി 8 മണിക്കൊക്കെ ആയിരിക്കും അല്ലോ നീയത്ത് വെച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ആ സമയത്ത് നീയത്ത് വെച്ചാൽ നോമ്പ് കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, തലേന്ന് തന്നെ നീയത്ത് വെച്ചിരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. നീയത്ത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. ഇതാണ് നിയ്യത്ത്. അതിനുശേഷം വേണമെങ്കിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതാം, സൂറത്തുൽ ഇഖ്ലാസ് ഓതാം, മുഅവ്വിദത്തീനൊക്കെ ഓതാം, കുഴപ്പമൊന്നുമില്ല. അതോടൊപ്പം തന്നെ പിന്നെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ പരമാവധി നമ്മൾ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതാൻ വിട്ടുപോകരുത്. അപ്പോൾ ഉസ്താദ് ഇത് ഓതാൻ എപ്പോഴാണ് സമയം? ചിലപ്പോൾ അറിയുന്നത് 8 മണിയായിരിക്കും. അപ്പോൾ തന്നെ പള്ളിയിൽ 8:15 ഇശാ നിസ്കാരം, പിന്നെ 8:30 തറാവീഹ് നിസ്കാരം, അല്ലെങ്കിൽ 9 മണിക്ക് തറാവീഹ് നിസ്കാരം ഉദാഹരണത്തിന്. അങ്ങനെ 9 മണി കഴിഞ്ഞ് പിന്നെ 9:30 10 മണി അല്ലെങ്കിൽ 10:30 ഒരു 10:45 ആകും ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അത് കഴിഞ്ഞ് ഇതും കൂടി ഓതണമെന്ന് പറഞ്ഞാൽ ഓതിയാൽ നമുക്ക് നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല, ഓതിയവർക്ക് നല്ലതാണ്. എന്താണ് അതിൻ്റെ പ്രതിഫലം പറഞ്ഞു തരാം. അതായത് ഒരു മനുഷ്യൻ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ രാവിൽ
റമളാൻ ഒന്നാണെന്ന് ഉറപ്പായാൽ ആ രാത്രിയിൽ മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിൻ്റെ ആദ്യത്തെ പ്രഥമ രാത്രിയിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ ഹഫിള ദാലിക്കൽ ആം, ആ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ കാവലിലായിരിക്കും. അള്ളാഹിൻ്റെ കാവലിലാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, അതുപോലെ മാനസികമായ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും ആ ഒരു കൊല്ലത്തേക്ക്. മാത്രമല്ല വസിഅ അല്ലാഹു തആല റിസ്ഖഹു, അവൻ്റെ റിസ്ക്, അവൻ്റെ മാത്രമല്ല അവനുമായി ബന്ധപ്പെട്ടവർ റിസ്ക് അല്ലാഹു വിശാലമാക്കും. വഫതഹ അലൈഹി ഖൈറാ, വഫതഹ അലൈഹി, അവനിക്കും അല്ലാഹു തആല തുറന്നു കൊടുക്കും അബ്വാബ കുല്ലി ഷൈ, എല്ലാ നന്മയുടെ വാതിലുകൾ, എല്ലാ നന്മയുടെ വാതിലുകളും അല്ലാഹു അവനിക്ക് വേണ്ടി തുറന്നു കൊടുക്കും. മിൻ ഖൈറിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഖൈറായ വാതിലുകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം അല്ലാഹു തുറന്നു കൊടുക്കും. അതുപോലെ തന്നെ ശാരീരികമായി നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അത് മാറ്റി നൽകും. രോഗങ്ങൾക്ക് ശാന്തി, കടങ്ങൾ മാറ്റി നൽകും, പാപങ്ങൾ അല്ലാഹു പുറത്തും, ആവശ്യങ്ങൾ നിർവഹിച്ചു നൽകും, ടെൻഷൻ മാറും, ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിച്ചു തരും. പരിശുദ്ധമായ റമളാൻ അനുകൂലമാക്കി കിട്ടും. എന്ത്? പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് ഓതുന്ന, ഒരു പ്രാവശ്യം ഓതുന്ന, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ്, കൂടിപ്പോയി 5 മിനിറ്റ് മതി. നല്ലതുപോലെ ഓതി പെട്ടെന്ന് സ്പീഡിൽ ഓതുന്നവർക്ക് 4 മിനിറ്റ് മതി. ആ ഒരു സൂറത്ത് ഓതിയാൽ എല്ലാ ദിവസവും ഓതേണ്ട കാര്യമില്ല, പ്രഥമ രാത്രിയിൽ മാത്രം ഓതിയാൽ മതി. ഇനി എല്ലാ ദിവസവും ഓതുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാകും സൂറത്തുൽ ഫത്ഹ്, അവർക്കൊക്കെ വലിയ പ്രതിഫലമാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടിയ പിന്നെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സൂറത്തുൽ ഫത്ഹ് ഓതുന്ന കാര്യം. പിന്നെയോ നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, റമളാനിൻ്റെ ആദ്യത്തെ രാവിൽ വമൻ നളറ അല്ലാഹു തആല നളറല്ലാഹു തആല, അല്ലാഹു തആല നോക്കുമെന്നാണ്, ഇല ദുനിയാവിലേക്ക് നളറ റഹ്മ, റഹ്മത്തിൻ്റെ നോട്ടം നോക്കും. എന്നിട്ടോ വമൻ നളറ ഇലൈഹി ലം യുഅദ്ദിബുഹു, അള്ളാഹുവിൻ്റെ നോട്ടം ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല, അള്ളാഹു തആലയുടെ ശിക്ഷ ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ വലിയ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ രാത്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദുആ അധികരിപ്പിക്കണം, ഇസ്തിഗ്ഫാർ പറയണം. അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിൻ്റെ കാര്യം മറന്നു പോവണ്ട. പിന്നെ ചില ഉമ്മമാർ പറയും, ഉസ്താദേ ഞങ്ങൾക്ക് നിസ്കാരമില്ല, മെൻസസ് ആണ്, ഞങ്ങൾക്ക് സൂറത്തുൽ ഫത്ഹ് ഓതാൻ പറ്റില്ല. വേണ്ട, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ ദിക്റുകൾ പറയുക. പ്രത്യേകിച്ച് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടുള്ള ഈ ഒരു ദിക്ർ ഇങ്ങനെ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക. ഒരുപാട് എണ്ണണ്ട, കയ്യും തസ്ബീഹുമാലയൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ എണ്ണാതെ ഇങ്ങനെ പറഞ്ഞോളൂ. എത്രമാത്രം പറയാൻ പറ്റുമോ അത്രമാത്രം ഇങ്ങനെ പറഞ്ഞോ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അതുപോലെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്. പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ ഞാൻ എന്താണ് നബിയെ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോൾ മുത്തുറസൂല് പറഞ്ഞു കൊടുത്ത ഒരു ദിക്ർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ആ ദുആ പറയാൻ ഒരു ഉളൂം വേണ്ട, ഒരു നിസ്കാരവും വേണ്ട. മെൻസസ് ആയവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഈ 2 ദിക്റാണ് ആദ്യത്തെ 10 ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞ് ഇസ്തിഗ്ഫാറും പറഞ്ഞിട്ട് നിങ്ങൾ ദുആ അരക്കുക. ഉമ്മമാർക്ക് മാത്രമല്ല, ഉപ്പമാരെ, നിങ്ങളും എല്ലാവരും ഈ ദുആയും ഈ ദിക്റൊക്കെ വർദ്ധിപ്പിക്കുക. പിന്നെയോ ബന്ധങ്ങൾ ചേർക്കാൻ മറന്നു പോവരുതേ. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ജ്യേഷ്ഠനോട് അനുജനോട് പിണങ്ങി കഴിയുകയാണെങ്കിൽ ഇതൊക്കെ വെറുതെ ബാത്തിലാകും, വെള്ളത്തിൽ എഴുതിയതുപോലെയാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നല്ലതുപോലെ മറ്റുള്ളവരോട് നല്ല ബന്ധം. ഇനി ആരെങ്കിലുമായിട്ട് പിണക്കത്തിനാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചിട്ട് എടാ പരിശുദ്ധ റമളാൻ അല്ലേ, എല്ലാം പൊരുത്തപ്പെട്ട് തരണേ, ഒരൊറ്റ വാക്ക് മതി, അസ്സലാമു അലൈക്കും, എല്ലാം ഒന്ന് പൊരുത്തപ്പെട്ട് തരണേ, അവൻ ഒന്നും വെച്ചിട്ട് പോടാ, അല്ലെങ്കിൽ നീ എന്തിനാടാ വിളിച്ചത്, അങ്ങനെ പലതും പറഞ്ഞേക്കാം. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. പിന്നെയോ റമളാൻ മാസത്തിൻ്റെ ലൈലത്തുൽ ഖദ്ർ എന്നാണ് നമുക്കറിയില്ലല്ലോ. ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത ഹതഭാഗ്യന്മാരിൽ പെട്ടതാണ് പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ. ചിലപ്പോൾ ഉമ്മയോട്, വാപ്പയോട്, മറ്റുള്ളവരോടൊക്കെ പിണക്കം മാറ്റുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ നിങ്ങളും സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. പിന്നെയോ എല്ലാ നമസ്കാരവും, പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരം, ഇശാ നമസ്കാരം,
ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയില്ല. ഏതായാലും ഒരു രാത്രിയിലാണല്ലോ ആ വലിയ പ്രതിഫലം കിട്ടുന്ന രാത്രി. ആ വലിയ പ്രതിഫലം കിട്ടുന്ന ആ ഒരു മഹാസംഭവം ഉള്ളത് ഒരു രാത്രിയിലാണ്, റമദാനിൻ്റെ ഏതോ ഒരു ദിവസത്തെ രാത്രിയിലാണ്. അപ്പോൾ അതെന്നാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് റമദാനിൻ്റെ പ്രഥമ രാത്രി മുതൽ എന്നാണോ റമദാൻ തീരുന്നത് അന്ന് വരെ ഇശാ നമസ്കാരം, മഗ്രിബ് നമസ്കാരം, പിന്നെ ബാക്കി തറാവീഹ്, അതുപോലെ വിത്ർ, ഇതൊക്കെ എന്തായിരിക്കുക. അതുപോലെ തന്നെ സുബഹി നമസ്കാരം, ഇത് ജമാഅത്തായി പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ പുരുഷന്മാരെ ശ്രദ്ധിച്ചാൽ ലൈലത്തുൽ ഖദർ എന്നാണോ അന്നും നമുക്കിത് നിസ്കരിക്കാൻ സാധിച്ചാൽ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടിയെന്നാണ് മഹാന്മാർ പറയുന്നത്. അതുകൊണ്ട് ആ കാര്യം മറന്നു പോവാൻ പാടില്ല. മൻ സ്വല്ലൽ മഗ്രിബ വൽ ഇശാ ഫീ ജമാഅ ഫഖദ് അസാബ ഫീ ലൈലത്തുൽ ഖദ്രി മിൻ ഹള്ളിൻ വാഫിർ എന്നാണ് മഹാന്മാർ പറയുന്നത്. അതായത് ഇശാ നമസ്കാരം, മഗ്രിബ് നമസ്കാരം, സുബഹി നമസ്കാരമൊക്കെ ജമാഅത്തായി നിസ്കരിക്കാൻ സാധിച്ചാൽ ലൈലത്തുൽ ഖദർ എന്നാണോ അന്നും നിസ്കരിക്കാൻ സാധിച്ചാൽ ആ ലൈലത്തുൽ ഖദറിൻ്റെ വലിയ ഒരു ഭാഗം നമുക്ക് കിട്ടിയെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പ്രഥമ രാത്രിയാണ്, വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. ദിക്റുകൾ, പറഞ്ഞ ദിക്റുകൾ അധികരിപ്പിക്കുക. റമദാനിൽ ഇന്നത്തെ രാത്രി മാത്രമല്ല, ഇനിയുള്ള 10 ദിവസങ്ങളിലും ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതുപോലെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇത് റമദാനിൻ്റെ ആദ്യത്തെ 10 പറയേണ്ട സ്പെഷ്യലായ ദിക്റാണ്. ബാക്കി ഒരുപാട് ദിക്റുകൾ നമുക്കറിയാമല്ലോ. അറിയാവുന്ന ദിക്റുകളൊക്കെ ഒരുപാട് വട്ടം നമ്മളിങ്ങനെ പറയുകൾ കൊണ്ട്, പിന്നെ അതുപോലെ സ്വലാത്തുകൾ പറയൽ കൊണ്ട് വലിയ പ്രതിഫലം നമുക്ക് കിട്ടും. കാരണം ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ ഒരു ഫർദിൻ്റെ കൂലിയാണ്. പ്രത്യേകിച്ച് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലമൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അറിയാവുന്ന ദിക്റുകളൊക്കെ പറയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ദുആ രക്കുക. നിസ്കാരത്തിൻ്റെ കാര്യം മറന്നു പോകണ്ട. അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ കാര്യം, നോമ്പ് തുറയുടെ കാര്യം, ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഓരോന്നും വിശദീകരിച്ചുകൊണ്ട് പറയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ റമദാനിൽ എത്തുവാനും റമദാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ ചോദിക്കുന്നു, ഉസ്താദേ ഈ ദിക്റുകൾ പറയേണ്ട ടൈം എപ്പോഴാണ് എന്ന് ചോദിക്കാറുണ്ട്. നിസ്കാരത്തിന് ശേഷം നമുക്ക് പ്രത്യേകം പറയാം, അതല്ലാത്ത സമയത്തും പറയാം, എപ്പോൾ വേണമെങ്കിലും പറയാം. നിസ്കാരത്തിന് ശേഷം മാത്രമേ പറയാവൂ എന്നൊന്നുമില്ല. നിസ്കാരത്തിന് ശേഷം പറയൽ വളരെയധികം പുണ്യമാണ്. അതല്ലാത്ത സമയത്ത് നമുക്ക് ഈ ദിക്റുകളൊക്കെ പറയാവുന്നതാണ്. ഇന്ന് പരിശുദ്ധമായ ശഅബാൻ 29 ഒരു പക്ഷേ ഇന്ന് നിലാവ് കണ്ടാൽ നാളെ റമദാൻ 1. ഇന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ ശഅബാൻ 30 പൂർത്തിയായി മറ്റന്നാൾ വെള്ളിയാഴ്ച റമദാൻ 1 അപ്പോൾ ഏതായാലും ശഅബാനിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. ഇന്ന് അസറിന് ശേഷം എന്തായാലും എല്ലാവരും ഒന്ന് കരുതി പരിശുദ്ധമായ ഈ ശഅബാനിനെ ഒന്ന് യാത്രയാക്കൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ബറക്കത്തിന് നമ്മൾ ചോദിച്ചവരാണ്. അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ബറക്കത്തിന് ചോദിക്കുക. എങ്ങനെ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. അതിങ്ങനെ ആ ഒരു ദുആ, കാരണം അത് ഹദീസിൽ വന്നിട്ടുള്ള ദുആയാണ്, നബിതങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ ദുആയാണ്, വളരെ ശ്രേഷ്ഠമുള്ള ദുആയാണ്. ആ ദുആ ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ പറയാൻ ശ്രമിക്കും, ഒരുപാട് വട്ടം. അറിയാവുന്ന സ്വലാത്തുകൾ പറയുക. അവസാനം ദുആരക്ക്, അള്ളാഹുവേ പടച്ചവനെ ഈ പരിശുദ്ധമായ ശഅബാൻ ഞങ്ങളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്, വിട പറയാൻ പോവുകയാണ്. റഹ്മാനെ നീ അനുകൂലമാക്കണേ അള്ളാഹുവെ കടന്നു വരുന്ന റമദാൻ അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ തൗഫീക്ക് നൽകണേ എന്നൊക്കെ നമ്മൾ ഒരു യാത്രയയപ്പ് പോലെ ഇന്ന് അസറിന് ശേഷം എന്തായാലും കുറച്ച് സമയം ഇരുന്ന് ഈ ശഅബാനിനെ ഒന്ന് യാത്രയാക്കൽ വളരെ അത്യാവശ്യമാണ്. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇത്തരം വ്യത്യസ്തമായ നല്ല അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുമ്പോൾ ഇതൊക്കെ കാണുക. ഇതുപോലുള്ള വീഡിയോകൾ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ വലിയ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും റമദാൻ അനുകൂലമാക്കി തരുമാറാവട്ടെ, ഹലാലായ മുറാദുകൾ ഹാസുലാക്കുമാറാവട്ടെ. വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നവരുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസുലാക്കുമാറാവട്ടെ. എല്ലാവിധ നന്മകളും അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. മക്കൾക്കെല്ലാവർക്കും അള്ളാഹു ഉന്നതമായ പരീക്ഷകളിൽ വിജയം നൽകുമാറാവട്ടെ. എല്ലാ ഖൈറാത്തുകളും അള്ളാഹു നമുക്ക് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളൊക്കെ റമദാനിലാണല്ലോ. റമദാനിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം.
തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോ കാണുക, തറാവീഹ് നിസ്കാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.